ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, സംസാരിക്കപ്പെട്ട വചനമുണ്ട്, എഴുതപ്പെട്ട വചനമുണ്ട്, ജഡം ധരിച്ച വചനമുണ്ട്. സ്പോക്കൺ വേർഡ്, റിട്ടൺ വേർഡ് ആൻഡ് ഇൻകാർണേറ്റഡ് വേർഡ്. ദൈവത്തിൻ്റെ വാക്കിനാലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. വളരെ മനോജ്ഞമായി സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ പ്രപഞ്ചം ക്രമരാഹിത്യത്തിലേക്ക് പോയപ്പോൾ അതിനെ ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ ഇടപെടുന്നുണ്ട്. പ്രവാചകന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, മറ്റു മുഖാന്തരങ്ങളിലൂടെയൊക്കെ ഈ പ്രപഞ്ചത്തെ ക്രമത്തിലേക്ക് നയിക്കുവാൻ ഇടപെടുന്ന ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചരിത്രം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇന്ന് എഴുതപ്പെട്ട വചനത്തിലൂടെ ക്രിസ്തുവാകുന്ന ജഡം ധരിച്ച വചനത്തെ കാണുവാൻ മുഖാന്തരമൊരുക്കുന്ന വലിയ പ്രവർത്തനമാണ് ബൈബിൾ സൊസൈറ്റിയിലൂടെ സാധ്യമാകുന്നത്. അത് ഈ നാളുകളിൽ നമ്മിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ്സ് വേർഡ് വിൽ നെവർ ചേഞ്ച്, ബട്ട് ഇറ്റ് വിൽ ചേഞ്ച് അസ്. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ഒരു കാലത്തിലും അതിനെ ഭേദപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മെയും നമ്മുടെ പരിസരങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ മതിയായതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവവചനം പുനഃസൃഷ്ടി ചെയ്യുന്നു. വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. വചനം നമുക്ക് പുത്തൻ പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമായി വചനം ഈ കാലഘട്ടത്തിലും കർമ്മനിരതമായി കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബൈബിൾ കൺവെൻഷനുകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതായിട്ടുള്ള സംഗതിയാണ്. ബൈബിൾ സൊസൈറ്റിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പദ്ധതികളിൽ, പരിപാടികളിൽ ഒന്നായി ഇതിനെ നിർത്താതെ ഇതിലൂടെ സാധ്യമാകുന്നതായിട്ടുള്ള രൂപാന്തരത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിപ്പാൻ, നമ്മുടെ പരിസരങ്ങളിൽ അനുഭവിപ്പാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ, കാലയളവിൽ ഞാനും നിങ്ങളും മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി സാധ്യതകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തിലൂടെ, വികാസത്തിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ വളരെ സങ്കീർണമായ, അസ്വസ്ഥത നിറഞ്ഞ ഒത്തിരി സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ നാളുകളിൽ കേട്ടതായിട്ടുള്ള ഒരു വാചകം നമ്മയൊക്കെ വളരെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള വാചകമാണ്. അതിപ്രകാരമാണ്: എൻ്റെ ചുറ്റും ഇരുട്ട് മാത്രമാണിപ്പോൾ. ഓൾ അറൗണ്ട് മീ ഇറ്റ്സ് ഡാർക്ക്നെസ്. അതിൻ്റെ വിശദീകരണമില്ലാതെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏത് സാഹചര്യത്തിൽ ആര് എപ്പോൾ പറഞ്ഞു എന്നുള്ളത്. കണ്ണൂർ കളക്ടറായിരിക്കുന്ന അരുൺ കെ വിജയൻ്റെ വാക്കുകളാണ്. ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാടിനെ തുടർന്ന് വളരെ ദുഃഖാർത്ഥരായിരിക്കുന്ന പരേതനായ അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും കളക്ടർ എഴുതിയതായിട്ടുള്ള കത്തിലെ ഒരു വാചകമാണ്: ഓൾ അറൗണ്ട് മീ ഇറ്റ്സ് ഡാർക്ക്നെസ്. ഒരു മനുഷ്യൻ കുറിച്ച അനുശോചന കത്തിലെ വാചകം എന്നുള്ളതിലുപരി അതെഴുതിയ വ്യക്തി മാത്രമല്ല, ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഇന്നിൻ്റെ പരിസരങ്ങളെ വളരെ വിശദമായി പ്രതിപാദിക്കുവാൻ ഉതകുന്ന ഒരു കുഞ്ഞു വാചകമാണത്. സമകാലിക രാഷ്ട്രീയ, സാമൂഹ്യ, മതപരമായ പരിസരങ്ങളിൽ വല്ലാതെ ഇരുട്ട് കനക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലിരിക്കുന്നതിനെ അനാവരണം ചെയ്യുന്ന ഒരു വാചകമായി ആ വാചകത്തെ കാണുവാനായിട്ട് സാധിക്കും. വല്ലാതെ ഇരുട്ട് കനക്കുന്ന പരിസരങ്ങളിൽ ദൈവവചനത്തിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു സാങ്കത്യം, അതിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ഇരുട്ട് കനക്കുന്ന ഇടങ്ങളിൽ ദൈവവചനം ഓർപ്പിക്കുന്നു: ദൈവത്തിൻ്റെ വചനം കാലുകൾക്ക് ദീപമാണ്, പാതകൾക്ക് പ്രകാശമാണ്. ഈ വചനധ്യാനം അത്തരത്തിൽ ഇരുട്ടിൻ്റെ പരിസരങ്ങളിൽ പ്രകാശത്തിൻ്റെ സ്ഫുരണങ്ങളെ നമുക്ക് നൽകത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങളോട്, ജീവിതങ്ങളോട് ഇടപെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വല്ലാതെ വഴി സങ്കീർണമാകുന്ന സാഹചര്യങ്ങളിൽ
എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എപ്രകാരം പ്രവർത്തിക്കണമെന്നൊക്കെ അറിയാതെ നിൽക്കുന്ന പരിസരങ്ങളൊക്കെ ഉണ്ട്. അവയുടെ മധ്യത്തിൽ ഇന്ന് വായിച്ചതായിട്ടുള്ള വാക്യം, വേദവാക്യം വളരെ സംഗതമായിട്ടുള്ള ഒരു വാക്യമാണ്. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടുള്ള വാക്യമാണ് ഇന്ന് വായിച്ചതായിട്ടുള്ള ഈ വാക്യം. യോശുവയുടെ പുസ്തകം നാം പഠിക്കുന്ന അവസരത്തിൽ ഇസ്രായേൽ ജനതയുടെ സഞ്ചാര വഴിയിലെ ഒരു പുതിയ ഘട്ടത്തെ രേഖപ്പെടുത്തുന്നതായിട്ടുള്ള പുസ്തകമാണ്. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകം, സൃഷ്ടി വിവരണം മുതൽ പഞ്ചഗ്രന്ഥത്തിൻ്റെ അകക്കാമ്പ് നാം പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ സൃഷ്ടി വിവരണം മുതൽ ഇസ്രായേൽ ജനതയുടെ രക്ഷാചരിത്രത്തിൻ്റെ ആരംഭം, അതിലൂടെ അവരെങ്ങനെയൊരു ജനതയായി തീരുന്നു, അവരുടെ പുറപ്പാട് യാത്രയുടെ വിവരണങ്ങൾ, ആവർത്തന പുസ്തകം അവസാനിക്കുമ്പോൾ വാഗ്ദത്ത ഭൂമിയുടെ സമീപത്ത് എത്തിച്ചേരുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനം. മോശയാണ് അതുവരെ ഈ ജനതയെ നയിക്കുന്നത്. മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയോളം എത്തിച്ചേർന്നതായിട്ടുള്ള ജനം പിന്നീട് അവരുടെ ഗമനത്തിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകുന്നത് യോശുവയിലൂടെയാണ്. യോശുവയുടെ ഒരു പുതിയ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാനായിട്ടൊരുങ്ങുന്ന ജനമാണ് യോശുവയുടെ പുസ്തകം ആരംഭിക്കുന്ന അവസരത്തിൽ കാണുവാൻ സാധിക്കുന്നത്. യോശുവയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വേദപുസ്തകം പറയുന്നു, അവൻ നൂന്റെ മകനാണ്. മോശയോടൊപ്പം ദീർഘനാളുകൾ ഇസ്രായേൽ ജനത്തിന് ശുശ്രൂഷ ചെയ്തു വന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ യോശുവയെ കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് സംഭവത്തിൻ്റെ ആരംഭം മുതൽ മോശയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. സീനായി പർവ്വതത്തിൽ 10 കൽപ്പനകൾ നൽകുമ്പോൾ കൂടാരത്തിൽ അതിന് സമീപമായിട്ട് ഈ യോശുവയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സമാഗമന കൂടാരത്തിൽ മോശയും ദൈവവും തമ്മിൽ ഇടപെടുന്ന അവസരത്തിൽ കൂടാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന യോശുവയെ വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വാഗ്ദത്ത ഭൂമി ഒറ്റുനോക്കുവാനായി പോയ 12 പേരിൽ വ്യത്യസ്തതയുള്ള ഒരു സമീപനത്തിൻ്റെ ഉടമയായി ഈ യോശുവയെ നമുക്ക് സംഖ്യാപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവവചനം രാവും പകലും ധ്യാനിക്കുന്ന, ഉറപ്പും ധൈര്യവുമുള്ള, വ്യത്യസ്തതയുള്ള ഒരു നേതാവായി, നേതൃത്വമായിട്ട് ഈ യോശുവയെ പഴയ നിയമത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശയുടെ നേതൃത്വത്തെ ഒരു വിഷണറി ലീഡർഷിപ്പായിട്ടാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സീയിങ് ബിയോണ്ട് ദ ഇമ്മീഡിയറ്റ് ചാലഞ്ചസ്. തൻ്റെ ജീവിതത്തിൽ, അവരുടെ യാത്രയിൽ അവർ നേരിടുന്നതായിട്ടുള്ള വെല്ലുവിളികൾക്ക് അപ്പുറത്ത് വിശ്വാസത്തിൻ്റെ കണ്ണിൽ കാണുവാൻ സാധിക്കുന്ന ഒരു നല്ല ദർശനമുള്ള നേതൃത്വമായി, നേതാവായി യോശുവയെ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഇപ്രകാരം വ്യത്യസ്തമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ ഉടമയായ ഈ യോശുവയാണ് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിപ്പാനായിട്ട് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ഒരു പുതിയ മൃഗത്തെ മെരുക്കുവാൻ വളരെ പരിചയവും പ്രായവും പക്വതയുമുള്ള മറ്റൊരു ഒരു ജോഡിയുമായി ചേർത്ത് നിർത്തുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് സഹവസിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാർഷിക മേഖലയിൽ കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിലും ഇത്തരത്തിൽ പരിചയസമ്പന്നരായിട്ടുള്ള നേതൃത്വത്തോട്, അഭിഷിക്തരോട് ചേർന്ന് ഈ പ്രവർത്തനങ്ങളിൽ രൂപപ്പെട്ടു വരുന്നതായിട്ടുള്ള നേതൃത്വങ്ങളെ കാണുവാൻ സാധിക്കും. അപ്രകാരമുള്ള മോശയെയും യോശുവയെയും ഏലിയാവിനെയും ഏലീശയെയും ഏലി പുരോഹിതനെയും ശമൂവേലിനെയും ശൗലിനെയും ദാവീദിനെയും, എന്തിനേറെ പുതിയ നിയമത്തിൽ പൗലോസിനെയും തിമത്യോസിനെയും അപ്രകാരം ജോഡികളായി പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നത്
നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം ഇന്ന് വായിച്ചതായിട്ടുള്ള വേദഭാഗം, അതിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്തതാണ് ഇസ്രായേലിന് കനാൻ ദേശം. ഇസ്രായേലിൻ്റെ അവകാശമാണ്. പഴയ നിയമം പഠിക്കുന്ന അവസരത്തിൽ പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ ഇടമായി കനാൻ ദേശത്തെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കനാൻ ദേശം ഇസ്രായേലിൻ്റെ അവകാശമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അവിടേക്ക് പ്രവേശിപ്പാനായിട്ട് ഈ ജനം ഒരുങ്ങുകയാണ്. എന്നാൽ പ്രിയരെ, ഈ വേദഭാഗത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, യോർദാൻ കടന്നെങ്കിൽ മാത്രമേ ഈ ജനത്തിന് വാഗ്ദത്ത ഭൂമിയാകുന്ന കനാനിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. കനാനിനെ ഇൻഹെറിറ്റ് ചെയ്യുവാൻ, അവകാശമാക്കുവാൻ ഈ ജനം കടക്കേണ്ടതായിട്ടുള്ള ഒരു കടമ്പയാണ് ഈ യോർദാൻ എന്ന് പറയുന്നതായിട്ടുള്ള ഇടം. ഇതൊരു വലിയ മർമ്മത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഓൺലി ബൈ ക്രോസിംഗ് ദ ജോർഡാൻ the people of God can inherit the promised land. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇതെപ്പോഴും ചില വ്യവസ്ഥകൾക്ക് വിധേയമാണ്. There are certain conditions. ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില മർമ്മങ്ങളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്, ചില ജീവിതക്രമങ്ങളുണ്ട്. അത് പാലിക്കുന്ന അവസരത്തിൽ അതിലൂടെ മാത്രമേ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ കരഗതമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ദൈവം തന്നെ ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് ജനമായിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. പ്രിയരെ, വളരെ സങ്കീർണമായിട്ടുള്ള കാലഘട്ടത്തിൽ ദിശയറിയാതെ ഉഴലുന്ന അവസരത്തിൽ ദൈവിക വാഗ്ദാനങ്ങൾക്കും ദൈവിക അനുഗ്രഹങ്ങൾക്കും നമ്മൾ അർഹരായി തീരുവാൻ there are certain conditions. ചില വ്യവസ്ഥകളുണ്ട്, നാം പാലിക്കേണ്ടതായിട്ടുള്ള ചില ചട്ടങ്ങളുണ്ട്. ഒരു ദൈവ പൈതലിന് ശിഷ്യത്വത്തിൽ വളരുന്നതിന് ചില ശിക്ഷണക്രമങ്ങളുണ്ട്. അങ്ങനെയുള്ള ഏതാനും കാര്യങ്ങളിലേക്ക് ഈ വേദഭാഗവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ രാത്രിയിൽ നിങ്ങളെ നയിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായം ആരംഭിക്കുന്ന അവസരത്തിൽ 1-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യോശുവയും കൂട്ടരും ജനമൊക്കെയും അവർ നദിക്കരയിലാണ്. 3 ദിവസമായി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അറിയിപ്പ് ലഭിക്കുന്ന അവസരത്തിൽ ഈ യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുവാൻ സിഗ്നൽ കാത്ത് കഴിയുന്ന ഒരു കൂട്ടരായിട്ടാണ് 3 ദിവസം ഈ നദിയുടെ കരയിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ ദൈവജനത്തിന് നൽകുന്നുണ്ട്. നിങ്ങൾ എപ്പോൾ തുടങ്ങണം, എങ്ങനെ ഒരുങ്ങണം, ഏത് രീതിയിലാണ് മറുകരയിൽ ചെല്ലേണ്ടത്. 1-ാമത്തെ കണ്ടീഷൻ അവിടെ പറയുന്നു. 3-ാം വാക്യത്തിൽ, യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതരെയും കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. മൂവ് ഔട്ട് ആൻഡ് ഫോളോ ദി ആർക്ക് ഓഫ് കവനന്റ്. നിങ്ങൾ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തെ പിൻചെല്ലണം. ഞാൻ പറയും, എ റിന്യൂവ്ഡ് ഫോക്കസ് ഇൻ ദെയർ ലൈഫ്. ഒരു പുതിയ ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ, വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അവകാശമാക്കുന്നതിന് ഈ ജനത്തോട് ദൈവം ആവശ്യപ്പെടുന്ന 1-ാമത്തെ വ്യവസ്ഥ ഒരു പുതിയ ലക്ഷ്യബോധമാണ്, ഒരു പുതിയ ഫോക്കസാണ്. ജീവിതത്തിൽ ഇതുവരെ അനുവർത്തിച്ചു വന്നതിൽ നിന്നും, ഇതുവരെ ശീലിച്ചതിൽ നിന്നും, ഇതുവരെ അവർക്ക് ഉണ്ടായിരുന്ന പതിവുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നിലേക്ക് ലക്ഷ്യം വെച്ച് കേന്ദ്രീകരിച്ച് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാനാണ് ഇവിടെ ദൈവവചനം ആവശ്യപ്പെടുന്നത്. പഴയ നിയമത്തിൽ നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് കവനന്റ് എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്.
മരുഭൂമിയിൽ ഉടനീളം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ജനത്തെ വഴി നടത്തിയത്. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ജനത്തോടൊപ്പം സഞ്ചരിക്കുന്ന അവർ വഹിക്കുന്ന ആർക്ക് ഓഫ് കവനന്റ്, നിയമപ്പെട്ടകത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ നിയമപ്പെട്ടകം ഒരു കേവലം അടയാളമല്ല, ഇറ്റ് ഈസ് ദ റിയൽ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യം തന്നെയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ തന്നെ പ്രതിബിംബിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 25:12 10 കൽപ്പനകളുടെ 2 പലകകൾ ഈ നിയമപ്പെട്ടകത്തിനുള്ളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ ദിശയറിയാതെ എങ്ങനെ കടക്കുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ടേൺ ടു ദ ലോർഡ് ആൻഡ് ടു ഹിസ് വേർഡ്. നീ ദൈവത്തിങ്കലേക്ക് തിരിയണം, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയണം. നിയമപ്പെട്ടകം ഓർപ്പിക്കുന്നത് ദൈവ സാന്നിധ്യത്തെയും ദൈവിക പ്രമാണത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും ആണ്. ലെറ്റ് ഗോഡ് ലീഡ് യുവർ ജേണി. പ്രിയരെ, സാഹചര്യങ്ങളെ പഴിച്ച് വല്ലാതെ ഇരുട്ട് കനക്കുന്ന ലോകത്ത് നിരാശരായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുകയല്ല ആവശ്യം. ദൈവം പറയുന്നു, നിനക്ക് പുതിയൊരു ദിശാബോധം ആവശ്യമാണ്. പ്രതിസന്ധികളിൽ പ്രതിസന്ധികളെ നോക്കി പഴിക്കുകയല്ല ആവശ്യം. പ്രതിസന്ധികൾക്കപ്പുറമായി പ്രതീക്ഷ നൽകുന്ന ഒരു ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. പ്രിയരെ, ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവിക കൽപ്പനകളെ പ്രമാണിക്കണം. ഈ ദൈവസാന്നിധ്യം നൽകുന്ന കരുത്ത് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഈ പുറപ്പാട് യാത്രയിൽ ഇസ്രായേൽ ജനം അനുഭവിച്ചതാണ്. മോശ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സീൻ മരുഭൂമിയിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ വല്ലാതെ പിറുപിറുക്കുന്ന ജനം, വർദ്ധിച്ചു വരുന്ന മരുഭൂമിയുടെ ഊഷരത, ഇതിന്റെ മധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ കുഴയുന്ന മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ വരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് പുറപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. യാത്ര അത്രയ്ക്ക് പ്രശ്ന സങ്കീർണമാണ്. പ്രിയരെ, ദൈവസാന്നിധ്യം തരുന്ന ഒരു കരുത്തുണ്ട്, ദൈവസാന്നിധ്യം തരുന്ന ഒരു ബലമുണ്ട്. അതിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഞാൻ നിങ്ങളുമൊക്കെ ഇത്രത്തോളമൊക്കെ കരുത്തോടിരിക്കുന്നത് ദൈവസാന്നിധ്യം തരുന്ന ബലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു ചെറിയ 3 കോളം കുറിപ്പ് മനോരമയിൽ വായിച്ചത്. അതിന് തലക്കെട്ട് ഇപ്രകാരമാണ്, കാട്ടിലെ രാജാവെന്നാണ്. കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണ് കാട്ടിലെ രാജാവ്. ആ കുറിപ്പ് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അവസാന ഭാഗത്തെത്തുമ്പോൾ അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് കാടിന്റെ സാന്നിധ്യമാണ് സിംഹത്തെ ആരാക്കുന്നത്? രാജാവാക്കുന്നത്. കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സിംഹവും ആരല്ല? രാജാവല്ല. എൻ്റെ സ്ഥലം സ്വാഗതം പറഞ്ഞ അവസരത്തിൽ അച്ഛൻ ഓർപ്പിച്ചുവല്ലോ. ഞക്കനാൽ എന്ന് പറയുന്ന സ്ഥലമാണ്, കായംകുളത്ത് ഓച്ചിറയ്ക്കടുത്തുള്ള സ്ഥലമാണ്. ഓച്ചിറയിൽ ഈ വൃശ്ചിക നാളുകളിൽ അവിടെ ക്ഷേത്രത്തിൽ വലിയ ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. 12 ദിവസങ്ങൾ വലിയൊരു ഉത്സവ പ്രതീതിയാണ്. അവിടെ ക്ഷേത്രത്തിലുള്ള ആരാധന പൂജ മാത്രമല്ല, ആ ദേശത്തിൻ്റെ തന്നെ ഒരു ഉത്സവമായി ഒട്ടനവധി വിഭവങ്ങൾ, ഉത്സവ മേളകളൊക്കെ നടക്കുന്നതായിട്ടുള്ള ദിവസങ്ങൾ. അവിടെ അന്ന് ക്രമീകരിച്ചൊരുക്കുന്ന ചെറിയൊരു കാഴ്ച ബംഗ്ലാവ്, ആദ്യമായി സൂ കാണുന്നത് ഓച്ചിറ ക്ഷേത്ര പരിസരത്തുള്ള സൂ ആണ്. ടിക്കറ്റ് എടുത്ത് അവിടെ കയറുന്നതായിട്ടുള്ള അവസരത്തിൽ വിവിധ ജീവജാലങ്ങളെയൊക്കെ കൂട്ടിലടച്ച് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ പേര് വിവരങ്ങളൊക്കെ എഴുതും. സന്ദർശകരെത്തുന്ന അവസരത്തിൽ അതിനെ വല്ലാതെയൊക്കെ ചലിപ്പിച്ച് സന്ദർശകരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പ്രദർശനങ്ങളൊക്കെ നടത്താറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ലൈവായിട്ടുള്ള ഒരു സിംഹത്തെ കാണുന്നത് ഈ ക്ഷേത്ര പരിസരത്ത് ക്രമീകരിച്ച 10 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കണ്ട ഈ സൂവിലാണ്. അവിടെ ചെന്ന അവസരത്തിൽ വളരെ മെലിഞ്ഞ ഇറച്ചി കഷ്ണം കൊടുക്കുന്നത് മാത്രം ഭക്ഷിച്ച് കഴിയുന്ന, ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന ഒരു സിംഹത്തെ കാണുവാനായിട്ട് സാധിച്ചു.
ആ സിംഹം ഒരിക്കലും ആരല്ല? രാജാവല്ല. ഈ ലേഖനം പറയുന്നു, കാടിന്റെ സാന്നിധ്യമാണ് സിംഹത്തെ രാജാവാക്കുന്നത്. ദൈവ സാന്നിധ്യം തരുന്ന കരുത്ത ഒരു വിശ്വാസിയെ ബലപ്പെടുത്തുന്നത്. ടേൺ ടു ദ ലോർഡ്. പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന, വഴിയറിയാതെ ഉഴലുന്ന, ഇനി എന്തെന്ന് ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യങ്ങളിൽ ഇതാ യോശുവയും കൂട്ടരും ജനത്തിന് നൽകുന്ന നിർദ്ദേശം, നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ശീലങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പരിചയങ്ങളിൽ നിന്ന്, പതിവുകളിൽ നിന്ന് നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. യു ഷുഡ് ഹാവ് എ റിന്യൂവ്ഡ് ഫോക്കസ്. പുതിയ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധി വല്ലാതെ ലക്ഷ്യം തെറ്റുന്ന കാലഘട്ടമാണ്. നമ്മളുടെയൊക്കെ ഒരു ഫോക്കസ് നഷ്ടപ്പെടുന്നതാണ് ഇന്ന് നമ്മുടെ സാക്ഷ്യം വികലമായി തീരുവാൻ കാരണമായിരിക്കുന്നത്. പുറം ലോകം നമ്മെ നോക്കുന്ന അവസരത്തിൽ വല്ലാതെ സാക്ഷ്യത്തിൽ കുറവ് വന്ന ഒരു പരിസരത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. കാരണം വി ആർ ലൂസിങ് അവർ ഫോക്കസ്. കൃത്യമായി നിന്റെ കണ്ണ്, നിന്റെ ലക്ഷ്യം എവിടെയെന്ന് ദൈവവചനം നമുക്ക് വരച്ചു കാട്ടി തന്നിട്ടുണ്ട്. അവയുടെ മധ്യത്തിൽ ലക്ഷ്യം തെറ്റുന്നതാണ് പ്രിയരെ പാപം. പഴയ നിയമം മുതൽ ഇതിനെ സംബന്ധിച്ച് പരാമർശം കാണുവാൻ സാധിക്കും. ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിലാക്കി അവരുമായി വൈകുന്നേരങ്ങളിൽ ഉലാത്തുന്ന ഒരു ഹൃദ്യമായ ബന്ധത്തിന്റെ ആഘോഷം ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. പാപം കടന്നു വന്ന അവസരത്തിൽ ആ ബന്ധം നഷ്ടപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവവുമായിട്ടുള്ള ദൈവകേന്ദ്രീകൃതമായ ഫോക്കസിൽ നിന്ന് ആദമും ഹവ്വയും എപ്പോൾ അവരുടെ ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്നുവോ അവിടെ പാപം കടന്നു വരുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ ജീവിതം പഴയ നിയമത്തിലെ വളരെ വളരെ ഐതിഹാസിക നായകനെന്ന് വിശേഷിപ്പിക്കാവുന്ന, വളരെ ഭംഗിയായി ഇസ്രായേൽ ജനത്തിനെ രാജപാലനം നടത്തിയതായിട്ടുള്ള ഒരു നേതാവായിട്ട് ദാവീദിനെ കാണുവാൻ സാധിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട്. വിശദീകരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ദൈവിക ആലോചനയിൽ നിന്ന് ജഡിക മോഹങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ, കണ്ണു മാറിയപ്പോൾ പാപം കടന്നു വരുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പത്രോസ് കടലിന്മേൽ നടക്കുന്ന രംഗം പുതിയ നിയമത്തിലുണ്ട്. ഹി ഹാഡ് എ ഫോക്കസ്. കർത്താവിനെ ലക്ഷ്യം വെച്ച് അവൻ കടലിന്റെ മീതെ നടക്കുകയാണ്. എന്നാൽ ഒരു വേള കർത്താവിൽ നിന്ന് കണ്ണുമാറി ഓളങ്ങളിലേക്ക്, സമുദ്രത്തിന്റെ പരപ്പിലേക്ക് അവന്റെ കണ്ണു മാറിയപ്പോൾ അവൻ മുങ്ങിത്താഴുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയരെ, എങ്ങനെയുണ്ട് ക്രിസ്തീയ ജീവിതം? പാട്ടുണ്ട്, കൺവെൻഷനുണ്ട്, ഉത്സവങ്ങളുണ്ട്, പെരുന്നാളുകളുണ്ട്, ഒത്തിരി ഒത്തിരി പ്രോഗ്രാമിന്റെ അതിപ്രസരം കൊണ്ട് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേർ ഈസ് യുവർ ഫോക്കസ്? ശാന്തമായി ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ രഹസ്യ ഇടങ്ങളിൽ, എൻ്റെ സ്വകാര്യ ഇടങ്ങളിൽ എവിടെയെങ്കിലും എൻ്റെ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് കണ്ണുകളെ തിരിക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വല്ലാതെ നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. യോബിന്റെ ജീവിതം പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പ്രതിസന്ധികളിലും അവന്റെ കണ്ണ് യഹോവയിലായിരുന്നു. 42-ാം അധ്യായം നാം പഠിക്കുന്ന അവസരത്തിൽ യോബ് പറയുന്നു, ഇതുവരെ ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. എന്നാൽ വല്ലാതെ സഹനങ്ങൾ വർദ്ധിക്കുമ്പോൾ, അനർത്ഥങ്ങൾ അഗ്നിമഴയായി യോബിന്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ യോബ് പറയുന്നു, ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. പ്രിയരെ, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, ഇരുട്ട് കനക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പരിസരങ്ങളെ പഴിച്ച് നിരാശയിൽ വീഴുകയല്ല ആവശ്യം. ഇവിടെ ദൈവവചനം ആവശ്യപ്പെടുന്നു, യു നീഡ് എ റീഫോക്കസിങ്. നമ്മുടെ ലക്ഷ്യത്തെ ഒന്ന് പുനർക്രമീകരിക്കണം. എവിടെയെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. 2 വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അവിടെ പറയുന്നു,
നിങ്ങൾ ചിലതിനെ വിട്ട് പുറപ്പെട്ട് ഈ പറയുന്നതായിട്ടുള്ള ആർക്ക് ഓഫ് കവനന്റ് അതിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് ഇടയായിട്ട് തീരണം. പുതിയൊരു ഉടമ്പടിയാണ് ആവശ്യപ്പെടുന്നത്, പുതിയൊരു ശൈലിയാണ് ആവശ്യപ്പെടുന്നത്, പുതിയൊരു അനുധാവനമാണ് ആവശ്യപ്പെടുന്നത്. വിടേണ്ടതിനെ വിടുവാൻ, ചിലതിനെയൊക്കെ മാറ്റി നിർത്തുവാൻ, വേണ്ട എന്ന് പറയുവാൻ, പുതിയൊരു ലക്ഷ്യബോധത്തിലേക്ക് ചരിക്കുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ 5-ാം വാക്യത്തിൽ മറ്റൊരു നിർദ്ദേശമാണ് ഈ ജനത്തിന് നൽകുന്നത്. അവിടെ പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാം. കോൺസിക്രേറ്റ് യുവർ സെൽഫ്. നിന്റെ ദിശ ക്ലിയർ ആകാൻ, നിന്റെ ഗമനം സ്ഥിരമാകാൻ ദൈവവചനം ഇതാ ഈ യോശുവയിലൂടെ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. വാഗ്ദത്ത ഭൂമി അവകാശമാക്കണമെങ്കിൽ കോൺസിക്രേറ്റ് ഓർ സാങ്ക്ടിഫൈ യുവർ സെൽഫ്. യോർദാന്റെ വൻതിരയിൽ പട്ടുപോകാതിരിപ്പാൻ ദൈവം നൽകുന്ന നിർദ്ദേശമാണ്, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. അടുത്ത വാക്യം വളരെ വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ്. നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ, അടുത്ത വാചകം എങ്ങനെയാണെന്നറിയാമോ? യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. അപ്പൊ നമ്മളുടെ ഇടയിൽ അതിശയം സാധ്യമാകണമെങ്കിൽ അതിനുള്ള ഒറ്റമൂലി എന്നാ? സാങ്ക്ടിഫൈ യുവർ സെൽഫ്. നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ ശുദ്ധീകരിക്കുമ്പോൾ, നിന്റെ വേലസ്ഥലത്തെ ശുദ്ധീകരിക്കുമ്പോൾ, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന നിന്റെ കൂട്ടായ്മ സമൂഹത്തെ ശുദ്ധീകരിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിന്റെ ജീവിത വിശുദ്ധിയാണ് നാളെയുടെ അത്ഭുതത്തിന് ആധാരമായിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അത്ഭുതം വേണം. നമ്മൾ എത്ര ഉപവാസം, എത്ര നോമ്പ്, എത്ര പ്രാർത്ഥന, എത്ര തീർത്ഥാടനങ്ങൾ, എല്ലാത്തിനും ഒറ്റ ലക്ഷ്യം, കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. എങ്ങനെയെങ്കിലും ഒരു അത്ഭുതം നടക്കുവാൻ വേണ്ടി പ്രയത്നം ചെയ്യുന്ന, നെട്ടോട്ടമോടുന്ന വിശ്വാസ സമൂഹമാണ്. ദൈവം ഇന്ന് ആവശ്യപ്പെടുന്നു, നിന്റെ ഇടയിൽ ഒരു അത്ഭുതം, നിന്നിൽ ഒരു അത്ഭുതം, നീ തന്നെ ഒരു അത്ഭുതമാകുവാൻ സാങ്ക്ടിഫൈ യുവർ സെൽഫ്. നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ഇന്ന് മറച്ചു വെക്കുന്ന അശുദ്ധിയാണ് നമ്മുടെ ആത്മീയതയുടെ പാപ്പരത്വം. പുറമേ എല്ലാം നല്ല വിശുദ്ധിയാ, നല്ല വിശുദ്ധിയുള്ള ഉടുപ്പാ. ഭക്തിയുടെ വേഷങ്ങൾ, ലക്ഷണങ്ങൾ വളരെയധികമുണ്ട്. പ്രിയരെ, മറച്ചു വെക്കുന്ന അശുദ്ധിയാണ് ഈ കാലഘട്ടത്തിൽ ആത്മീയതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. എന്തിനാണ് വചന കേൾവി? ഇടവക നടത്തിയാലും, ബൈബിൾ സൊസൈറ്റി നടത്തിയാലും, ഭദ്രാസനം നടത്തിയാലും, വലിയ വലിയ മെഗാ കൺവെൻഷനുകൾ നടത്തിയാലും, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ജനത്തോട് യോശുവ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. സാങ്ക്ടിഫൈ, സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ് ഈ വിശുദ്ധിയിലൂടെ ആവശ്യപ്പെടുന്നത്. എന്താ ഈ വിശുദ്ധി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒത്തിരി വിശദാംശങ്ങളും നിർവചനങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ സഭയ്ക്ക് വേണ്ടി, വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, പിതാവേ, ഇവരെ ലോകത്ത് നിന്ന് എടുക്കണമെന്നല്ല, എന്നാൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ ഇവരെ കാക്കണമേ. പ്രിയരെ, അതിൻ്റെ പേരാ വിശുദ്ധി. നമ്മൾ പറയും, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ പ്രിയന്റെ സന്നിധിയിൽ അങ്ങ് പോയാൽ മതി. അതൊക്കെ വളരെ നല്ലതാ, പാടണം, ആഗ്രഹിക്കണം. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാ വിശുദ്ധനായിരിക്കുന്നത്? ലോകത്താലുള്ള കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധിയുടെ പല അർത്ഥതലങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ, പഠിപ്പിക്കലുകളിൽ, പ്രാർത്ഥനയിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ വിശുദ്ധിയുടെ അളവുകോലും കൊണ്ട് നടക്കുക, മറ്റുള്ളവരുടെ വിശുദ്ധി അളക്കാൻ.
നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ പല അളവിലുള്ള സ്കെയിലൊക്കെ ഉണ്ട്. കൂടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ വിശുദ്ധി. കാര്യം നമ്മൾ ഓൾറെഡി വിശുദ്ധരാണല്ലോ. അച്ഛനായതുകൊണ്ട് ഞാൻ ക്ലെയിം ചെയ്യുന്ന ഒരു വിശുദ്ധി, കൊയറുകാർക്ക് പാടുന്നത് കൊണ്ടുള്ള ഒരു വിശുദ്ധി, കൺവെൻഷനൊക്കെ രാത്രിയായാലും മഴയായാലും കഷ്ടം സഹിച്ച് വരുന്നവർ ക്ലെയിം ചെയ്യുന്ന ചില പ്രത്യേക വിശുദ്ധി. അതുകൊണ്ട് അതൊക്കെ ഇല്ലാത്തവരെ നോക്കി ഇങ്ങനെ അളവെടുക്കാനായിട്ട് ഇരിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, 17 യോഹന്നാൻ 17:19. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ പിതാവേ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എത്ര വലിയ പ്രാർത്ഥനയാണ്. പിതാവേ ഈ ജനം വിശുദ്ധരാകുവാൻ, അവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഐ സാങ്ക്ടിഫൈ മൈസെൽഫ് so that they too may be truly sanctified. വിശുദ്ധിയുടെ അടയാളങ്ങൾ, മൈക്കിന്റെ വോളിയം പോയതോ, വിശുദ്ധിയുടെ അടയാളങ്ങൾ അക്കമിട്ട് കാണിക്കുകയല്ല. അവിടെ പറയുന്നു, എൻ്റെ വിശുദ്ധി എൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ വിശുദ്ധിക്ക് കാരണമായി തീരണം. ഇന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അശുദ്ധി കണ്ടെത്താനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നു വിശുദ്ധിയുടെ ഒരു പകർച്ച. ഭർത്താവിൻ്റെ വിശുദ്ധി ആരുടെ വിശുദ്ധിക്ക് കാരണമാകണം? ഭാര്യയുടെ വിശുദ്ധിക്ക് കാരണമാകണം. ഭാര്യയുടെ വിശുദ്ധി ഭർത്താവിൻ്റെ വിശുദ്ധിക്ക് കാരണമാകണം. മാതാപിതാക്കൾ മക്കൾക്ക്, പട്ടക്കാരൻ്റെ വിശുദ്ധി ജനങ്ങളുടെ വിശുദ്ധിക്ക് കാരണമായിട്ട് തീരണം. ഇന്ന് അശുദ്ധിയുടെ ഇടങ്ങൾ വർദ്ധിക്കുകയാണ്. വിശുദ്ധർ എന്ന് നാം വല്ലാതെ ക്ലെയിം ചെയ്യുമ്പോഴും നമ്മിലുള്ള അശുദ്ധികൾ വർദ്ധിക്കുന്നുവെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് വല്ലാതെ ഈ അശുദ്ധിയോട് പൊരുത്തപ്പെടുവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾ, ഒരിക്കൽ നാവിൽ ഉച്ചരിക്കുവാൻ ഭയപ്പെട്ടിരുന്ന വാക്കുകൾ ഇന്ന് വലിയ പ്രയാസം കൂടാതെ ഉച്ചരിക്കുവാനൊക്കെ ശീലിച്ചു പോയി. ജീവിതക്രമങ്ങളിൽ, വാക്കുകളിൽ അശുദ്ധിയോട് സമരസപ്പെടുവാൻ, പൊരുത്തപ്പെടുവാനൊക്കെ ശീലിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലാണ്. പ്രിയരെ, കുറവുകളെ തിരിച്ചറിയണം. കുറവുകളെ തിരിച്ചറിയുന്നതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ ബലം. ഓരോ ദിവസവും നമ്മളുടെ അശുദ്ധികളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ദൈവത്തോട് അടുത്തിരിക്കുന്നു, ആത്മീയതയിൽ നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ അവനവനിലേക്ക് നോക്കി കുറവുകളെ കണ്ടെത്തുവാനായിട്ട് ഇടയാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ഇപ്രകാരം ആരംഭിക്കുന്നു. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആര് കണ്ടു? യെശയ്യാവ് കണ്ടു. യെശയ്യാവ് കണ്ടു. തൊട്ട് താഴെ പറയുന്നു, കർത്താവിനെ കണ്ട ജീവിതം പറയുന്ന വാചകം ഇപ്രകാരമാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്ന കുറവുള്ള മനുഷ്യൻ. ആത്മീയതയുടെ പ്രത്യേകത അതാണ്. ദൈവത്തെ കാണുന്നവൻ, ദൈവത്തെ തിരിച്ചറിയുന്നവൻ, ആത്മീയമായി വളരുന്നവൻ സ്വന്തം ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. പത്രോസും പടകിലുള്ള ക്രിസ്തുവും തമ്മിലുള്ള ഒരു എൻകൗണ്ടർ ഉണ്ട്. ആദ്യത്തെ ഏതാനും നിമിഷങ്ങളിൽ പത്രോസ് അറിയുന്നില്ല പടകിലിരിക്കുന്നവൻ ക്രിസ്തുവാണെന്ന്. 2 ഒക്കേഷൻസിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അടയാളങ്ങൾ കണ്ട് പടകിലിരിക്കുന്നവൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് ഒരു വേള ചെയ്യുന്നത്, താൻ നഗ്നനാകയാൽ അരയിൽ അങ്കി ചുറ്റി കടലിലേക്ക് ചാടി. മറ്റൊരു വേള പറഞ്ഞത് എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ അരിഷ്ട മനുഷ്യൻ, നീ എന്നെ വിട്ടു പോകണം എന്ന് പറയുകയാണ്. ഇന്ന് വല്ലാതെ ആത്മീയത നമ്മളെ ഒരു അഹങ്കാരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടില്ല. കുറവുകളെ തിരിച്ചറിയുന്നതാണ് ആത്മീയതയുടെ ബലം. വചനപാരായണത്തില്, പ്രാർത്ഥനയില്, പരിശുദ്ധാത്മ നൽവരങ്ങളിൽ ആത്മീയമായിട്ട് വളരുന്നുവെന്ന് അഭിമാനിക്കുന്നവൻ, ദൈവവചനം പറയുന്നു, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കാം. നമ്മുടെ കുറവുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമുക്ക് നമ്മളുടെ അങ്കികളും
നമ്മളുടെ ആക്ഷൻസും നമ്മളുടെ ചമയങ്ങളുമൊക്കെ ഒരു പരിധിവരെ മനുഷ്യനെ മറയ്ക്കാൻ സാധിക്കുമെന്നാൽ ദൈവത്തെ മറയ്ക്കാൻ സാധിക്കുകയില്ല. ആന്തരിക ഇന്ദ്രിയങ്ങളെ പോലും ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ചെറിയ പോറലുകൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലൊരു ശില്പിയുടെ ശില്പശാലയിൽ, പണിപ്പുരയിൽ ഒരു വിദേശിയായിട്ടുള്ള മനുഷ്യൻ സന്ദർശിക്കാനായിട്ട് വന്നു. ഈ മനുഷ്യൻ ഈ പണിപ്പുരയിലെത്തി സന്ദർശിച്ച അവസരത്തിൽ ശില്പിയുടെ കരത്തിൽ മനോഹരമായ ഒരു ശില്പം പണി തീർന്ന് വരികയാണ്. ഈ സന്ദർശകൻ നോക്കിയപ്പോൾ ഈ പണി തീർന്നു വരുന്ന ശില്പത്തിന്റെ ഒരു ഐഡന്റിക്കൽ പീസ് താഴെ ഉപേക്ഷിച്ച് അവിടെ കിടക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. ഈ സന്ദർശകനൊരു സംശയം, എന്തേ ഈ കഷ്ടപ്പെട്ട് പണി പൂർത്തീകരിക്കുന്ന അതിന് സമാനമായ ഒരു ശില്പം ഉപേക്ഷിച്ച നിലയിൽ താഴെ കിടക്കുന്നു? ഈ ശില്പിയോട് ചോദിച്ചു, ആട്ടെ, നിങ്ങൾ പണിയുന്നതിന് സമാനമായിട്ടുള്ള ഒന്നാണല്ലോ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ചോദിച്ചപ്പോൾ ശില്പി പറഞ്ഞു, അതിൻ്റെ മുഖത്തൊരു സ്ക്രാച്ച് സംഭവിച്ചു. അത് എത്ര ശ്രമിച്ചണക്കെയും ആ പോറൽ മാറ്റുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ സന്ദർശകൻ ചോദിച്ചു, ഇത് എവിടെ വെക്കാനുള്ള ശില്പമാണ്? അപ്പോൾ പറഞ്ഞു, പട്ടണത്തിൽ 20 അടി ഉയരമുള്ള ഒരു തൂണിൽ അവിടെ പ്രദർശിപ്പിക്കേണ്ടതായിട്ടുള്ള ശില്പമാണ്. പണി തീരവേ അതിന് കേടുപറ്റി ഞാനത് ഉപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർശകൻ ചോദിച്ചു, ആട്ടെ, പട്ടണത്തിന്റെ നടുവിൽ 20 അടി ഉയരമുള്ള ഒരു പില്ലറിൽ അവിടെ സ്ഥാപിക്കുവാൻ പോകുന്ന ഈ ശില്പത്തിന്റെ മുഖത്ത് ഏറ്റ ഒരു പോറൽ ആര് കാണാനാ? വഴിപോക്കർ അവിടെ നിന്നതിനെ സ്ക്രൂട്ടണി ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ, ആര് കാണാനാ? അതങ്ങ് ഇഗ്നോർ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. പണി ചെയ്തുകൊണ്ടിരുന്ന ശില്പി തന്റെ പണി നിർത്തി. അതിനുശേഷം കണ്ണുകൾ ഉയർത്തി ഈ മനുഷ്യനെ, ഈ സന്ദർശകനെ നോക്കിയിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ബട്ട് ഐ നോ എന്റെ ശില്പത്തിന് പോറലുണ്ടെന്ന് ശില്പിയായ ഞാൻ അറിയുന്നു. പ്രിയരെ, കൺവെൻഷൻ വരുത്തേണ്ട മാറ്റം എന്നാ? ഞാൻ ഒരു പടി കൂടി ആത്മീയമായ അങ്ങ് വളർന്നുവെന്നുള്ള ബോധ്യം ഒരു രീതിയിൽ അത് നല്ലതാ. എന്നാൽ നിന്റെ കുറവുകളെ ഗണ്യമാക്കാത്ത ആ ഒരു ബോധ്യമല്ല ആവശ്യം. ഇന്നിന്റെ പ്രതിസന്ധികളിൽ നിന്റെ ദിശ തെറ്റാതിരിക്കുവാൻ യോശുവ പറയുന്നു, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. ഒന്ന്, ഒരു പുതിയ ലക്ഷ്യബോധം, ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് പിൻഗമിക്കുന്ന ഒരു ലക്ഷ്യബോധം. 2, ഇവിടെ പറയുന്നു, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. ദൗർബല്യങ്ങൾക്ക്, ഇടർച്ചകൾക്ക് സാധ്യതയുള്ള ഒരു ലോകമാണ്. എല്ലാം അനുവദനീയമായ ലോകത്ത് വീഴാതെ നിൽക്കുവാൻ, നമ്മുടെ ഇടർച്ചകളെ തിരിച്ചറിയുന്ന, കുറവുകളെ തിരിച്ചറിയുന്ന, വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ജീവിതക്രമത്തിൽ മുന്നേറുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. 3, യോശുവ തന്റെ ജനത്തോട് പറയുന്നു, 9-ാം വാക്യം, നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പീൻ. ലിസൺ ടു ദ വേർഡ് ഓഫ് ദ ലോർഡ്. നിങ്ങൾ യഹോവയുടെ വചനത്തെ ഗൗരവമായിട്ട് എടുക്കണം. ഉപരിപ്ലവമായിട്ടുള്ള കേൾവിക്കപ്പുറം വചനോന്മുഖമായിട്ടുള്ള ജീവിതത്തിനാണ് ഇവിടെ ദൈവവചനം ആഹ്വാനം നൽകുന്നത്. വചനത്തെ ഗൗരവമായി എടുക്കുന്ന ഒരു ജീവിത ശൈലി. പ്രിയരെ, ഇന്ന് കൺവെൻഷനുകളുടെ ഒരു പൂക്കാലമാണ്. വല്ലാത്ത ഒരു അതിപ്രസരമാണ്. ഇന്ന് എവിടെ നോക്കിയാലും വചനപ്രഘോഷണം. നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചൂസ് ചെയ്യാവുന്ന, ഇച്ചിരി കേട്ടിട്ട് താല്പര്യമില്ലെങ്കിൽ സ്വിച്ച് ഓവർ ചെയ്ത് അടുത്തതിലേക്ക് പോകാവുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, നമ്മുടെ ചോയ്സ് അനുസരിച്ച് ദൈവവചനം കേൾക്കുവാൻ ഓപ്ഷൻസ് ലഭ്യമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം, ഹൗ ഫാർ this is going to influence you? ഈ കേൾക്കുന്ന വചനങ്ങൾ എത്രമാത്രം നമ്മെ സ്വാധീനിക്കുന്നു? ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്
അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. യോശുവയെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുന്ന അവസരത്തിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ യോശുവയ്ക്ക് ഈ ശുശ്രൂഷയിലേക്കുള്ള എൻട്രിക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശം നൽകി ബലപ്പെടുത്തി അയക്കുമ്പോൾ അവിടെ പറയുന്നു, ദൈവവചനത്തെ നിന്റെ വായിൽ നിന്നൊരിക്കലും മാറ്റിക്കളയരുത്. അതിനുശേഷം പറയുന്നു, നീ രാവും പകലും അതിനെ ധ്യാനിക്കണം, അപ്പോൾ നീ കൃതാർത്ഥനായിട്ട് തീരും. ഉപരിപ്ലവമായിട്ടുള്ള വായനകളും കേൾവികളുമല്ല, അതിനപ്പുറത്ത് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു ഇടപെടൽ ദൈവവചനവുമായി നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ഇന്ന് ദൈവവചനത്തിന്റെ ലഭ്യത വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ മീഡിയങ്ങളിലും വചനം നമുക്കിന്ന് കരഗതമാകുന്നുണ്ട്. എന്നാൽ വചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതങ്ങൾ കുറയുകയാണ്. തന്മൂലം എന്ത് സംഭവിക്കുന്നു? ധാർമ്മികത നഷ്ടപ്പെടുന്നു, സാക്ഷ്യ ജീവിതം ഇല്ലാതെയാകുന്നു, വചനബലം നൽകുന്ന തിരിച്ചറിവിന്റെ വരം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഗൗരവമായിട്ടുള്ള സംഗതി. വചനം കേട്ട് കൺവെൻഷൻ അവസാനിക്കുമ്പോൾ തീരേണ്ടതല്ല വചന കേൾവിയുടെ ഒരു ഇമ്പാക്റ്റ്. ഈ വചനം നമ്മിൽ ജഡം ധരിക്കണം, അത് നമ്മിൽ ക്രിയ ചെയ്യണം. നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അത് സ്വാധീനിക്കാൻ, നിയന്ത്രിപ്പാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ ദൈവവചനം നൽകിയതായിട്ടുള്ള ബലമാണ് പരീക്ഷകളെ അതിജീവിപ്പാൻ കർത്താവിനെ സഹായിച്ചത്. മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും 4-ാം അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ പ്രലോഭനങ്ങൾ എതിരിടുന്നുണ്ട്. 3 രീതിയിലാണ് കർത്താവിന് പ്രലോഭനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നത്. കല്ലിനെ അപ്പമാക്കുക, ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്ത് നിന്ന് താഴേക്ക് ചാടുക, ദൈവമല്ലാത്തതിനെ, പിശാചിനെ നമസ്കരിക്കുക. ഇവിടെയൊക്കെ കർത്താവ് ഈ പ്രലോഭനങ്ങളെ, പരീക്ഷകളെ അതിജീവിക്കുന്നത് എന്തിന്റെ ബലത്തിലാണ്? വചനബലത്തിലാണ്. വചനബലത്തിലാണ് പരീക്ഷകളെയും പ്രതിസന്ധികളെയും കർത്താവ് അഭിമുഖീകരിക്കുന്നത്. കർത്താവ് പറയുന്നു, വിശപ്പിന്റെ മുമ്പിൽ ഏത് കല്ലും ആഹാരമാകില്ല. വിശന്നിരിക്കുന്നവന് ആഹാരത്തിന് അർഹതയുണ്ട്. വിശപ്പൊരു പാപമല്ല. ശരീരത്തിന് വിശപ്പുണ്ട്, വയറിന് വിശപ്പുണ്ട്, ലൈംഗികതയ്ക്ക് വിശപ്പുണ്ട്. കർത്താവ് തന്റെ ശുശ്രൂഷയിൽ വിശപ്പിനെ അഡ്രസ് ചെയ്യുകയും വിശക്കുന്നവന് വിളമ്പുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതായിട്ടുള്ള ക്രിസ്തുവാണ്. എപ്പോഴാണ് പ്രിയരെ വിശപ്പൊരു വിഷയമാകുന്നത്? വിശപ്പിന്റെ മുൻപിൽ കല്ലും ആഹാരമാകുമ്പോഴാണ് വിശപ്പൊരു വിഷയമായിട്ട് മാറുന്നത്. എന്തുമെടുത്ത് വിഴുങ്ങി നിന്റെ വിശപ്പടക്കുവാൻ അനുവാദമില്ല. ഏത് ഭക്ഷിക്കണം, ഏത് നിരാകരിക്കണം, ഏത് സ്വീകരിക്കണം, ഏത് തള്ളിക്കളയണം, ഇതിന് ദൈവവചനത്തിന്റെ ഒരു വരം, തിരിച്ചറിവിന്റെ ഒരു വരം ആവശ്യമാണ്. ഇന്നത്തെ പ്രതിസന്ധി, നമുക്ക് കല്ലേതാ അപ്പം ഏതാണെന്നറിയില്ല, ശമ്പളം ഏതാ കിമ്പളം ഏതാണെന്നറിയില്ല, അമ്മയാരാ സ്ത്രീ ആരാണ് എന്നറിയില്ല. എൻ്റെ വിശപ്പിന്റെ മുമ്പിൽ എന്തിനേയും ആഹരിക്കുന്ന വല്ലാത്ത ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ വചനം നൽകുന്ന തിരിച്ചറിവിന്റെ വരമുള്ളവരായി ജീവിക്കുമ്പോഴാണ് പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അഭിമുഖീകരിപ്പാൻ സാധിക്കുന്നത്. വചനബലം ഉള്ളിലുള്ളവരായിട്ട് നിലനിൽപ്പാനായിട്ട് സാധിക്കണം. ഇവിടെ ഇതാ യോർദാൻ കടക്കുവാൻ ഒരുങ്ങുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ലിസൺ ടു ദി വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായിട്ട് തീരണം. അവിടെയാണ് വചനത്തിന്റെ രൂപാന്തരത്തിന്റെ ഒരു ശക്തി അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, പ്രവർത്തന മേഖലകളിൽ, ഞാനും നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ ഈ വചനത്തിന്റെ രൂപാന്തര ശക്തി അനുഭവിച്ച് വചനബലത്തിൽ നിലനിന്ന് തിരിച്ചറിവുള്ളവരായിട്ട് ജീവിപ്പാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ഇത് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പർവ്വത പ്രസംഗം, മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ദീർഘമായിട്ടുള്ള പ്രസംഗമാണ്. കർത്താവ് പറയുന്നു, യു ഷുഡ് ബി ഡിഫറെന്റ്.
മത്തായിയുടെ സമൂഹം വളരെ ചെറിയൊരു സമൂഹം. ആ ചെറിയ സമൂഹത്തോടാണ് പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പ്രസംഗിക്കുന്നത്. ഒൺലി എ നെഗ്ലിജിബിൾ മൈനോറിറ്റി, വളരെ ചെറിയൊരു കൂട്ടം. അവരോട് പറയുകയാണ്, നിങ്ങൾ വ്യത്യസ്തതയുള്ളവരാകണം, ഉപ്പാകണം, അതുപോലെ വെളിച്ചമാകണം. നിങ്ങളുടെ നീതി മറ്റുള്ളവരുടെ നീതിയെ കവിയുന്ന നീതിയാകണം. ഒരു കാതം നടക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ 2 കാതം നടക്കണം. പുതപ്പെടുക്കുന്നവന് ഉടുപ്പ് കൂടി നൽകണം. ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കണം. ബി ഡിഫറൻറ്റ്, ദോ യു ആർ ലെസ് ഇൻ നമ്പർ, ബി ഡിഫറൻറ്റ്. അതാണ് പർവ്വത പ്രസംഗം. ഈ ദീർഘമായ പ്രസംഗത്തിന്റെ അവസാന ഭാഗം 7-ാം അധ്യായം അവസാനിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ഒത്തിരി പ്രസംഗിച്ചല്ലോ, എന്നാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ അതിനുശേഷം ഒരു ചെറിയ ഉപമ പറയുകയാണ്. പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പ്രിയരെ, ഇന്ന് സൗധങ്ങളൊക്കെ കടപുഴകുന്ന ഒരു ലോകത്തിലാണ്. നമ്മൾ പാർക്കുന്ന കെട്ടിടങ്ങൾ മാത്രമല്ല, ജീവിത സൗധങ്ങൾ വല്ലാതെ കടപുഴകുകയാണ്. ശക്തമായിട്ടുള്ള ഒഴുക്കിൻ്റെയും പ്രവാഹങ്ങളുടെയും കടപുഴകിക്കുവാൻ മതിയായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെയും മധ്യത്തിൽ കരുത്തുണ്ടെന്ന് കരുതിയവർ പലരും കടപുഴകിയ ഒരു ലോകത്തിലാണ്. യേശു കർത്താവ് പറയുന്നു, എൻ്റെ വചനങ്ങളെ കേൾക്കുന്നത് മാത്രമല്ല വീഴാതെ നിർത്തുന്നത്, വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവവചനത്തെ കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഏത് ഒഴുക്കിനെയും ഏത് പ്രവാഹത്തെയും അതിജീവിപ്പാനുള്ള കരുത്ത് അങ്ങനെയുള്ളവരിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 13-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം, 4-ാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്, നിന്റെ ഉള്ളങ്കാൽ യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടണം, അപ്പോൾ യോർദാൻ 2ആയി പിരിയും. എനിക്ക് വളരെ ഹൃദ്യമായ ഒരു വാക്യമായിട്ട് അത് തോന്നി. യോർദാൻ കടക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ജനത്തോട് നേതാവ് പറയുന്നു, ഈ യോർദാന്റെ പ്രവാഹം നിന്നിട്ടല്ല നീ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? യോർദാൻ ഇങ്ങനെ ആർത്തലച്ചൊഴുകുന്നു, അതിൻ്റെ ഒരു കരയിൽ യോർദാൻ കടക്കാനായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ യോശുവ യോർദാനെ ശാസിക്കുമ്പോൾ അതിൻ്റെ ഒഴുക്ക് നിൽക്കുമ്പോൾ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകാമെന്നുള്ള ആശയിലായിരിക്കാം ഒരുപക്ഷെ ഈ ജനം നിൽക്കുന്നത്. അവർക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എപ്പോഴാണ്? ചെങ്കടലിനെ വിഭാഗിച്ച് ഉണക്കിയ നിലത്തുകൂടി നടത്തിയ ഒരു ദൈവത്തെക്കുറിച്ചുള്ള സ്മരണ ഈ ജനത്തിന് എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. നിലം ഉണങ്ങിയതിന് ശേഷമല്ല നീ കാൽ വെക്കേണ്ടത്. ഞാൻ നൽകുന്ന നിർദ്ദേശം ഇതാണ്: സ്റ്റെപ്പ് ഔട്ട് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ഒരു കാൽവയ്പ് നിന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിലമുണങ്ങിയതിൽ കാൽ വെച്ചെന്നല്ല പറയുന്നത്, നിന്റെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടണം. വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാന്റെ ഒഴുക്ക് നിൽക്കും, അപ്പോൾ അത് 2ആയി പിരിയും. ചിറ പോലെ നിൽക്കുന്നിടത്തു കൂടി നിനക്ക് കടന്നു പോകാം. സ്റ്റെപ്പ് ഔട്ട് ഇൻ ഫെയ്ത്ത്. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ചില നിലപാട് അനിവാര്യമാണ്. വിശ്വാസത്തിന്റെ ചില ഉറച്ച കാൽവയ്പ്പുകൾ. കരകവിഞ്ഞൊഴുകുന്ന, തീരത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ ഒഴുക്ക് നിർത്തുവാൻ നിന്റെ വിശ്വാസത്തോടു കൂടിയ ഒരു ചുവടുവെപ്പ് മതി. ചിലപ്പോഴൊക്കെ കരഞ്ഞു ചോദിക്കും, ദൈവമേ ഇനി എങ്ങനെ? ഹൗ ടു ഡു? വാട്ട് ഈസ് നെക്സ്റ്റ്? എത്രയെത്ര ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അങ്ങനെ ആശങ്കപ്പെട്ടിട്ടുണ്ട്. ദൈവം പറയുന്നു, ആദ്യ ചുവട് നീ വെക്കണം. ആ ഒരു നിലപാടിലാണ് മിറക്കിൾ നടക്കുന്നത്. ഞാൻ അതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു: ഫെയ്ത്ത് ബിഫോർ മിറക്കിൾ. ഫെയ്ത്ത് ബിഫോർ മിറക്കിൾ. നമ്മളൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഒരു അത്ഭുതം കാണണം, അല്ലേ? അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കാനിരിക്കുന്നവരോട് ഇന്ന് ദൈവവചനം ആവശ്യപ്പെടുന്നു,
ഫെയ്ത്ത് ബിഫോർ മിറക്കിൾ. നിനക്ക് നിന്റെ ഉറച്ച വിശ്വാസത്തിന്റെ ചില നിലപാടുകൾ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ കുഷ്ഠരോഗിയോട് ആദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കാം, പക്ഷേ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ മനസ്സാ, വിശ്വാസത്തിന്റെ ഒരു മനസ്സാ നിന്റെ സൗഖ്യത്തിന് ആധാരം. ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ബർത്തിമായി നിലവിളിക്കുകയാണ്. പലരും അവനെ ശാസിച്ചു, പക്ഷേ അവന്റെ കയ്യിലുള്ള ഏക റിസോഴ്സ് അവന്റെ ശബ്ദമായിരുന്നു. അവൻ വിശ്വാസത്തിന്റെ ആ ഒരു ആദ്യ ചുവടുവെപ്പ് അവന്റെ ശബ്ദത്തിൽ, നിലവിളിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വല്ലാതെ പുറകോട്ട് പോകുന്നവരാണ്. ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം. നമ്മുടെ വിശ്വാസം പ്രതിസന്ധികളുടെ മധ്യത്തിൽ എങ്ങനെയുണ്ട്? ആർ വി സ്ട്രോങ് ഇൻ അവർ ഫെയ്ത്ത്? നമ്മളുടെ വിശ്വാസം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവരാണ്. അമേരിക്കയിലെ ഒരു പള്ളിയുടെ അടുത്ത് ഒരു ബാർ മുതലാളി, ഈ ബാർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിരണക്കാർക്ക് അറിയത്തില്ലായിരിക്കും. ഈ മദ്യം വിളമ്പുന്ന ഹോട്ടലാണ് ബാർ. അത് ഉപയോഗിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഈ ബാർ ബിസിനസ് ആരംഭിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ പള്ളിക്കാർക്ക് വലിയ വിഷമം. ഈ പള്ളിയുടെ അടുത്ത് ബാർ ബിസിനസ് വന്നാൽ അത് ഈ രണ്ടും കൂടെ എങ്ങനെയാണ് അപ്പുറം ഇപ്പുറം ഒരുമിച്ച് പോകുന്നത്? അപ്പോൾ പള്ളിക്കാർ കമ്മിറ്റിയൊക്കെ കൂടി അച്ഛനെ അറിയിച്ചു, നമുക്ക് സമരമോ മറ്റു മുറകളോ ഒന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ആയുധം എന്താ? പ്രാർത്ഥന. അമേരിക്കക്കാർക്ക് നമുക്ക് എല്ലാം ആയുധം അതാണ്. പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രത്യേക പ്രാർത്ഥന സംഘത്തെയൊക്കെ നിയോഗിച്ചു. പലതരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന, ചെയിൻ പ്രാർത്ഥന, മുഴുരാത്രി പ്രാർത്ഥന. പ്രാർത്ഥന ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നടന്നു. അപ്പുറത്ത് ബാറിൻ്റെ പണിയും പുരോഗമിച്ചു. അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ ഇനാഗുറേഷനൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ആകെപ്പാടെ സങ്കടം, കരഞ്ഞ് നിലവിളി, പ്രാർത്ഥനയൊക്കെയായി. അപ്പോൾ അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഒരു ദിവസം വലിയൊരു ഇടിമിന്നലും, നമ്മുടെ ഈ തുലാമാസത്തെ മഴ പോലെ ഇടിമിന്നലും ശക്തമായ പേമാരിയും ഉണ്ടായി. ഈ പണി പൂർത്തീകരിച്ച് ഇനാഗുറേഷൻ അടുത്ത ബിൽഡിങ് അന്ന് രാത്രി കൊളാപ്സായി, താഴെ വീണു. അപ്പോൾ അപ്പോഴത്തേക്ക് പ്രാർത്ഥന കേട്ട ദൈവത്തിന് എന്തോ പറയുന്നേ, സ്തോത്രം. ഇതൊക്കെ പറഞ്ഞു. ഇതുവരെയുള്ള എല്ലാ പ്രാർത്ഥനകളും ഒറ്റ പ്രാർത്ഥനയിലേക്ക് മാറ്റി. ഇനി സ്തോത്ര പ്രാർത്ഥന. അപ്പോൾ അവിടെ ഒരു നിയമമുണ്ട്, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരുത്തന് മറ്റൊരുവൻ നഷ്ടം വരുത്തിയാൽ അവരെ സ്യൂ ചെയ്യാൻ, കോമ്പൻസേഷൻ ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ ബാർ ഹോട്ടലിൻ്റെ മുതലാളി പോയി കുറേ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്, പള്ളിക്കാരാണ് ഇത് വീഴ്ത്തിയത്, അതുകൊണ്ട് ഇതിൻ്റെ നഷ്ടപരിഹാരം ആര് തരണം? പള്ളിക്കാർ തരണം. കേസായി, രജിസ്റ്റർ ചെയ്തു, പ്രൊസീഡിങ്സ് ആരംഭിച്ചു. സ്തോത്ര പ്രാർത്ഥന പതുക്കെ കുറച്ചു. അതിനുശേഷം കേസ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. പള്ളിക്കാരുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു, അച്ചോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ച് പറയണം, മിക്കവാറും വിധി അവർക്കനുകൂലമായി പോകുന്ന ഒരു സാഹചര്യമാണെന്നാണ് തോന്നുന്നത്, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ വക്കീലിനോട് തന്നെ പറഞ്ഞു എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഒരു അഫിഡവിറ്റ് കൊടുക്കണം, ഒരു മുദ്രപത്രത്തിൽ നമ്മൾ രേഖാമൂലം എഴുതി കൊടുക്കണം. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പണ്ടത്തെ കൂട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇപ്പം ഇല്ല. അതായത് ഇത് വീണതിൻ്റെ കാരണം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഞങ്ങളോ ഞങ്ങളുടെ പ്രാർത്ഥനയോ അല്ല. കാര്യം ഒന്നുകിൽ അഫിഡവിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങേര് ചോദിക്കുന്ന മില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടപരിഹാരം കൊടുക്കുക. കമ്മിറ്റി കൂടി തീരുമാനിച്ചു നമുക്ക് അഫിഡവിറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. അഫിഡവിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. മുദ്രപത്രം വാങ്ങിച്ച് വളരെ വെടിപ്പായിട്ട് എഴുതി അടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ കൂടെ ഒപ്പിട്ട് കൊടുത്തു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പണ്ടത്തെ പോലെ ഇമ്പാക്റ്റ് ഇല്ല. ബാർ ഓർമ്മ പറഞ്ഞില്ല, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പണ്ടത്തേക്കാൾ ശക്തമായ ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ കാരണം അവർ തന്നെ. ഫൈനൽ ഡേയിൽ വിധി പറയുവാൻ വേണ്ടി ന്യായാധിപൻ ഇരുന്ന അവസരത്തിൽ അദ്ദേഹം പറയുന്നു, ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ദി വേർഡിക്റ്റ് ഓൺ ദിസ് കേസ്. Here is a bar owner who believes in the power of prayer and an entire church who doesn't. ഒരു വശത്ത് ബാർ ഓണർ പറയുന്നു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, എൻ്റെ ദൈവം ശക്തനാ, ഞാനും വിശ്വസിക്കുന്നു, പള്ളിക്കാരും വിശ്വസിക്കുന്നു, ഞാനത് സമ്മതിച്ചു. പള്ളിക്കാർ പറയുന്നു ഇതിനൊന്നും ഇപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും
ഇല്ല. ഹൗ ഈസ് യുവർ ഫെയ്ത്ത്? നമ്മുടെ വിശ്വാസവും നിലപാടും ഒക്കെ നമ്മുടെ ലാഭം, നമ്മുടെ നേട്ടം, നമ്മുടെ സൗകര്യം, നമ്മുടെ പരിസരം, അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. യോശുവ പറയുന്നു, വെള്ളം നീങ്ങിയിട്ടല്ല നീ സ്റ്റെപ്പ് വെക്കേണ്ടത്. ഇരച്ചു വരുന്ന വെള്ളത്തിൽ ആദ്യ സ്റ്റെപ്പ് നീ വെക്കുക. സ്റ്റെപ്പ് ഔട്ട് ഇൻ ഫെയ്ത്ത്. ഫെയ്ത്ത് ബിഫോർ മിറക്കിൾ. ഏതാ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? നമ്മൾ കൺവെൻഷൻ കേൾക്കും, പ്രാർത്ഥിക്കും, ഒത്തിരി നമുക്ക് നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വചനം ആവശ്യപ്പെടുന്ന വിശ്വാസത്തിൻ്റെ ഒരു ചുവടുവെപ്പ്, അത് വളരെ അനിവാര്യമായിരിക്കുന്ന സംഗതിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ അവിടെ ആവശ്യപ്പെടുന്നത് നീ അതിജീവനത്തിൻ്റെ ഓർമ്മകൾ അടയാളപ്പെടുത്തണം. ഈ പുരോഹിതൻ നിയമപ്പെട്ടവുമായിട്ട് യോർദാന്റെ നടുവിൽ നിൽക്കുകയാണ്. പുരോഹിതന് നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, ഈ ജനത്തിന്റെ അവസാനത്താളും മറുകര എത്തിയതിന് ശേഷം മാത്രമേ നീ ഈ നിയമപ്പെട്ടവുമായി മറുകരയിൽ എത്താവുള്ളൂ. എല്ലാവരും ഈ യോർദാൻ കടന്നു പോകുന്ന അവസരത്തിൽ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കൂടി നൽകുകയാണ്. അവിടെ പറയുന്നു, ഓരോ ഗോത്രത്തിൽ നിന്ന് 12 ഗോത്രത്തിൽ നിന്ന് 12 പേർ വന്ന് ഓരോ കല്ലുകൾ എടുത്ത് മറുകരയിൽ എത്തിച്ചതിന് ശേഷം അവിടെ ചെന്ന് ഗിൽഗാലിൽ ഈ കല്ലുകളെല്ലാം നിങ്ങൾ എങ്ങനെ വെക്കണം? കൂമ്പാരമായിട്ട് വെക്കണം. എന്തിനാ വെക്കുന്നതെന്ന് അറിയാമോ? നാളുകൾക്ക് ശേഷം നിന്റെ മക്കൾ, നിന്റെ വരും തലമുറ നിന്നോട് ചോദിച്ചാൽ, ഇതെന്തെന്ന് ചോദിച്ചാൽ നീ പറയണം, യോർദാനിലെ വെള്ളം യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപാകെ 2 പിരിഞ്ഞതിന്റെ ഓർമ്മയുടെ അടയാളമാണ് ഈ കൽക്കൂമ്പാരം, ഗിൽഗാലിലെ കൽക്കൂമ്പാരം. പ്രിയരെ, ഒരു യോർദാൻ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് നിനക്ക് ഒരു ഗിൽഗാൽ ഉണ്ടാകണം. നന്ദിയുടെ സ്തോത്രത്തിന്റെ ദൈവം നടത്തിയ വഴികളെ അടയാളപ്പെടുത്തുന്ന, തലമുറയ്ക്ക് പകരുന്ന ഒരു ഗിൽഗാൽ ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. അവിടെ പറയുന്നു, തലമുറയോട് പറഞ്ഞു കൊടുക്കണം, യഹോവയുടെ കൈ ശക്തമുള്ളതായിരുന്നു, ഇക്കര കടപ്പാൻ തക്കവണ്ണം യോർദാനെ 2 ഒരു ദൈവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. അതിജീവനത്തിൻ്റെ ഓർമ്മകളെ അടയാളപ്പെടുത്തണം. ഇന്ന് പ്രിയരെ, എല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ആരോടും കടപ്പാടില്ല, ദൈവത്തോടില്ല, മനുഷ്യരോടില്ല, ചുറ്റുപാടുകളോടില്ല, പരിസരങ്ങളോടില്ല, ആരോടും കടപ്പാടില്ലാത്ത ഒരു ജീവിതത്തിൽ ഞാനും നിങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആകരുത്. ദൈവ നടത്തിപ്പുകളെ ഓർക്കണം. 10 വർഷം, 15 വർഷം, 20 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അതിശയ വഴികൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അതിശയ വഴികൾ ഉണ്ടായിരുന്നു. അതിനെ ഓർക്കണം, അടയാളപ്പെടുത്തണം, തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടിടയാകണം. ഒരു വാചകം പറഞ്ഞു നിർത്തുക. നീ കാണിച്ച വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പകർച്ച തലമുറകളിലേക്ക് നൽകുന്ന അവസരത്തിലാണ് ഇന്നത്തെ പ്രശ്ന സങ്കീർണതകളിൽ ഇരുട്ട് വ്യാപിക്കുന്ന ലോകത്ത് തലമുറകളെ നഷ്ടപ്പെടാതെ നിലനിർത്തുവാനായിട്ട് ഇടയാകുന്നത്. പ്രിയരെ, 5 കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിപ്പാനായിട്ട് ശ്രമിച്ചു. പുതിയ ഒരു ദേശത്തേക്ക് പ്രവേശിക്കുന്ന, കനാൻ കൈവശമാക്കുന്ന ഇസ്രായേൽ ജനത്തിന് യോശുവയിലൂടെ, നേതൃത്വത്തിലൂടെ ദൈവം നൽകുന്നതായിട്ടുള്ള 5 നിർദ്ദേശങ്ങൾ. 1, ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു റീഫോക്കസിങ്, കൃത്യമായിട്ടുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതശൈലി. ആകാത്തിടങ്ങളിൽ ജീവിതം വല്ലാതെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ യുവർ സെൽഫ്. ചിലതൊക്കെ വിടുക, ഒഴിയുക, എന്നിട്ട് കൂടാരത്തെ ലക്ഷ്യമാക്കി, സമാഗമന കൂടാരത്തെ നോക്കി, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ സാധിക്കണം. 2, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. സാങ്ക്ടിഫൈ യുവർ സെൽഫ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന ആ ഒരു വിശുദ്ധിയുടെ പകർച്ച മറ്റുള്ളവരിലേക്ക് നൽകത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. 3, യഹോവയുടെ വചനത്തിന്
ചെവി കൊടുക്കണം, ശ്രദ്ധാപൂർവം വചനത്തെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും വചനാനുസരണം ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുവാൻ സാധിക്കണം. 4, വിശ്വാസത്തിൻ്റെ ഉറച്ച നിലപാടുകൾ. ഡൈല്യൂട്ടഡ് ഫെയ്ത്ത് അല്ല, ദൈവത്തിൽ അധിഷ്ഠിതമായ ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സാധ്യമായി തീരുവാനിടയാകണം. അവസാനമായിട്ട് ഓർപ്പിച്ചത് അതിജീവനത്തിൻ്റെ ഓർമ്മകൾ അടയാളപ്പെടുത്തണം. ഒരു ജോർദാൻ ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു ഗിൽഗാൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ദൈവം യോർദാനെ 2 പിരിക്കത്തക്ക വിധം ശക്തനായിരുന്നുവെന്ന് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നിൻ്റെ വഴിയറിയാത്ത സാഹചര്യങ്ങളിൽ, ഇരുട്ട് കനക്കുന്ന പരിസരങ്ങളിൽ പുത്തൻ ദിശാബോധത്തോടെ മുന്നേറുവാൻ നമുക്കിടയാകും. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.